ഹലോ സ്റ്റുഡൻസ്, മൈസെൽഫ് അഭിജിത്ത്. നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്കും ജോഗ്രഫിയിൽ ചില ടോപ്പിക്സ് ആയ ക്ലൈമറ്റോളജി, ഓഷനോഗ്രാഫി ഒക്കെ എടുക്കുന്നത് ഞാനായിരിക്കും. സോ സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രിലിംസ് എക്സാമിനേഷനിൽ ജോഗ്രഫിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ മെയിൻസ് എക്സാമിനേഷനിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്ക് വരുന്നത്. അപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് മെയിൻസ് എക്സാമിനേഷൻ റിട്ടേൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് അതിൽ നിന്നുള്ള വരുന്ന ടോപ്പിക്സ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കാരണം അത്യാവശ്യം ബേസിക് കാര്യങ്ങളെല്ലാം അറിയണം. സോ നമ്മുടെ സയൻസ് ആൻഡ് ടെക് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബേസിക് ലെവലിൽ തന്നെ ആയിരിക്കും എടുത്തു പോവുക. ഇപ്പോൾ ഇതിലിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, മേ ബി ഫിസിക്സിലൊക്കെ PG കഴിഞ്ഞ് വന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ക്ലാസ് സ്പേസ് സയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. എന്നാലും കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടിരുന്നോളൂ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അല്ലാത്ത കുട്ടികൾക്ക് നല്ല ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് പോവുക. സോ സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും സ്പേസ് സയൻസിൽ നിന്നാണ്. ഓക്കെ, അതിനുശേഷം ഡിഫൻസ് ടെക്നോളജി, അതുപോലെ നാനോ ടെക്നോളജി, ഓൾസോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടുതലും സ്പേസ് സയൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വരാറ്. ഓക്കെ, അങ്ങനെ തന്നെ UPSC ഇടയ്ക്കിടയ്ക്ക് മാറ്റും. മേ ബി കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, എവിടെയെങ്കിലും പുതിയൊരു വൈറസ് ഫോം ചെയ്തു, അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സയൻസ് ആൻഡ് ടെക്കിന് വരും. അതുപോലെ ഏറ്റവും നല്ല ടെലിസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പാണ്. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റാർ ഫോർമേഷൻ, നക്ഷത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ അത്യാവശ്യം സ്പേസ് സയൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സയൻസ് ആൻഡ് ടെക് ക്ലാസ് അങ്ങനെ സ്കിപ്പ് ചെയ്തത്, നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ പൊളിറ്റി പോലെ ഹിസ്റ്ററി പോലെ ഒരുപാട് വാസ്റ്റായിട്ട്, ജോഗ്രഫി പോലെ അത്രയും വാസ്റ്റായിട്ട് പഠിക്കാനൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങൾ നല്ല ബേസ് ലെവലിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലാണ് റിട്ടൺ എക്സാം ഒക്കെ വരുമ്പോൾ, മെയിൻസ് എക്സാമിനേഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റത്തെ നമ്മുടെ ക്ലാസ് സ്പേസ് സയൻസിനെ കുറിച്ചാണ്. സ്പേസ് സയൻസിൽ ഫസ്റ്റത്തെ ടോപ്പിക് യൂണിവേഴ്സ്. ഓക്കെ, യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി. ഓക്കെ, സോ ടുഡേസ് ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നതിന് ഒരുപാട് തിയറീസ് ഉണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിൽ മോസ്റ്റ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ദ മോസ്റ്റ് ഫേമസ് ബിഗ് ബാങ് തിയറി. ഓക്കെ, ബിഗ് ബാങ് തിയറി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം ഹോട്ട് ഡെൻസ് ആയിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെൻസിറ്റി? ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം. ഓക്കെ, ഒരു യൂണിറ്റ് വോളിയത്തിനുള്ളിൽ എത്രത്തോളം മാസ് അടങ്ങിയിട്ടുണ്ട്, അതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം, റോ എന്നാണ് ഡെൻസിറ്റി പറയാറ്. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഡെൻസിറ്റി എന്താണ്, മാസ് ബൈ വോളിയം എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മൾ ആ പോയിന്റിനെ എന്തെന്ന് വിളിക്കുന്നു? സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, സിംഗുലാരിറ്റി. ഓക്കെ, സിംഗുലാരിറ്റി എന്നാണ് ആ ഹൈലി ഡെൻസ് ആയിട്ടുള്ള പോയിന്റിനെ വിളിക്കുന്നത്. ആ ഹൈലി ഡെൻസ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ഒരു സഡൻ ഇൻഫ്ലേഷൻ, ഒരു പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ആ ഒരു ബിഗ് ബാങ് എന്ന് പറഞ്ഞൊരു പേര് അവിടെ വന്നത്. അപ്പോൾ ഒരു സഡൻ ഇൻഫ്ലേഷൻ കാരണം ആ ഒരു പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത്, ആ ഒരു സഡൻ ഇൻഫ്ലേഷൻ കാരണം ഫോം ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന യൂണിവേഴ്സ്. അതിൽ നമ്മുടെ സണ്ണ്, നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെ, ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ഇതിൽ പെടും. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതിനു മുന്നേ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായത്. അപ്പൊ യൂണിവേഴ്സ് ഉണ്ടായ ഒരു ഫസ്റ്റ് ടൈം ഇന്റർവെല്ലില് ഭയങ്കര ഹോട്ടായിരുന്നു. ഓക്കെ, കാരണം ആ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് വരണേ ഉള്ളൂ, ഭയങ്കര ഹോട്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ ഭയങ്കര
യൂണിവേഴ്സ് ഭയങ്കര ഹോട്ടായിരുന്നു. പിന്നീട് അത് പിന്നെയും എക്സ്പാൻഡ് ചെയ്ത്, കാരണം പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പോകും. കാരണം നമ്മുടെ എർത്തിലാണെങ്കിൽ ഒരു ബോൾ എടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ കുറച്ച് ഉരുണ്ട് നിൽക്കും. ആ നിൽക്കാനുള്ള കാരണം എന്താണ്? അവിടെ എയർ ഉണ്ട് അല്ലേ? എർത്തിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ ഈ ബോൾ വരുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും? എയർ റെസിസ്റ്റൻസ് വരും അല്ലേ? ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് വെറുതെ വീശുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും അല്ലേ? എയർ റെസിസ്റ്റൻസ് അറിയാൻ പറ്റും. അപ്പോ സ്പേസിലെ കാര്യമാണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ എന്താണ്? വാക്വമാണ് അല്ലേ? അവിടെ വേറെ മീഡിയം ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു ബോൾ എടുത്ത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ആകെ എഫക്ട് ചെയ്യണത് എന്താണ്? ഗ്രാവിറ്റി മാത്രമാണ്. അല്ലാണ്ട് വേറെ വേറെ ഒന്നും എവിടെ ഇല്ല, സ്പേസിലില്ല. ഒക്കെ വാക്വമാണ്. ഓക്കെ, സോ സ്പേസ് മീഡിയം ഇല്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂണിവേഴ്സ് നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ബിഗ് ബാങ് ഉണ്ടായി അല്ലെ? ബിഗ് ബാങ് ഉണ്ടായിട്ട് അവിടെ നിന്നുള്ള എനർജി മൊത്തം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ എന്തായിരുന്നു? ഭയങ്കര ഹോട്ടായിരുന്നു യൂണിവേഴ്സ് അല്ലെ? ഭയങ്കര ഹോട്ടായിരുന്നു. പിന്നീട് അത് എന്താവാൻ തുടങ്ങി? കൂളാവാൻ തുടങ്ങി. കാരണം ഈ എനർജി, ഈ പാർട്ടിക്കിൾസ് ഒക്കെ കുറച്ചുകൂടിയും അകന്ന് പോയപ്പോൾ ആ ഒരു ഹോട്ട്നെസ് കുറഞ്ഞു തുടങ്ങി. ഓക്കെ, ഹോട്ട്നെസ് കുറഞ്ഞു തുടങ്ങി. പിന്നീട് പിന്നെയും കൂളായി വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹോട്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ ആ ഹോട്ടായിട്ടുള്ള ടൈമിൽ ഈ വേറെ പാർട്ടിക്കിൾസ്, വേറെ ആറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആറ്റംസ് ഒന്നും ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ആ ഒരു എനർജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനർജി എന്തായി മാറി? മാറ്ററായി മാറി. ഓക്കെ, നമ്മൾ ഐൻസ്റ്റീൻ്റെ ഒരു ഫേമസ് ഇക്വേഷൻ E=mc² അല്ലെ? ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ, എനർജി എന്തായി? മാസ്സായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ അപ്പൊ എനർജി എന്തായി കൺവേർട്ട് ചെയ്തു? മാറ്ററായി കൺവേർട്ട് ചെയ്തു. അപ്പൊ എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതല്ല. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനും നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാത്തിനും നമ്മൾ മാറ്റർ എന്നാണ് പറയാ. ഈ മാറ്റർ ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ആറ്റത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത്? ആറ്റത്തിന്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട് അല്ലെ? ന്യൂട്രോണിന്റെ ചാർജ് ന്യൂട്രൽ, സീറോ ചാർജ്. അതിന് ചുറ്റും എന്ത് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ഇതൊക്കെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റോമിക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്ത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അതിന് ചുറ്റുമാണ് എന്ത് ഉള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. ആറ്റം എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം, ആദ്യം ആറ്റംസ് ഒന്നും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂണിവേഴ്സ് ബിഗ് ബാങ് സംഭവിച്ച് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ കൂളായപ്പോഴാണ് ഈ ആറ്റംസ് ഒക്കെ ഫോം ചെയ്തത് അല്ലേ? കൂളായപ്പോഴാണ് ആറ്റംസ് ഫോം ചെയ്തത്. പിന്നെ ഈ ആറ്റംസ് ഒക്കെ ഗ്രാവിറ്റി കാരണം കൂട്ടിമുട്ടി. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കും. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? അതായത് എവറി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ അല്ലെ? യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് ഗ്രാവിറ്റി അല്ലെ? അത് കൂട്ടിമുട്ടും അല്ലെ? ഗ്രാവിറ്റി. അപ്പൊ ഇങ്ങനെ ഈ ആറ്റംസ് ഒക്കെ അത് തന്നെ പഠിച്ചാൽ മതി. ശരിക്കും ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴി സ്പേസ് ടൈം കർവേച്ചർ എന്നൊക്കെ പറയും. അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അത്ര കത്തിക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ? അങ്ങനെ പറയാം. അപ്പൊ ഈ ആറ്റംസ് ഒക്കെ ഫോം ചെയ്തത് യൂണിവേഴ്സ് കൂളായതിനു ശേഷമാണ്. അങ്ങനെ ഈ ആറ്റംസ് ഒക്കെ ഫോം ചെയ്ത് ഈ മാറ്റർ ഒക്കെ കൂട്ടിമുട്ടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഫോം ആയി. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ പിന്നീട് ഗ്രാവിറ്റി കാരണം പിന്നെയും അട്രാക്ട് ആവും. കാരണം രണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് എന്ത് കാരണം അട്രാക്ട് ആവും? ഗ്രാവിറ്റി കാരണം അട്രാക്ട് ആവും. അങ്ങനെ വലിയ വലിയ ബോഡിയായി മാറും. ഓക്കെ, അങ്ങനെ വലിയ ബോഡിയായി മാറുമ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റാർസും അതുപോലെ വേറെ പ്ലാനറ്റ്സും ഒക്കെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്?
ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജനും, പിന്നെ ഹീലിയം ആണ് യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം ഫ്യൂസ് ചെയ്തിട്ടാണ് എന്താ പറയുക സണ്ണൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ സ്റ്റാർ ഏതാണ്? സണ്ണ്. അതുപോലെ വേറെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതുപോലെ ആറ്റംസ് ഫ്യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഈ ഫ്യൂസ് ചെയ്യുക എന്താണ് ഈ ഫ്യൂസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫ്യൂഷനും ഫിഷനും. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഉണ്ട് രണ്ടിൻ്റെയും പിന്നിൽ ന്യൂക്ലിയർ ഉണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ആണ് നക്ഷത്രങ്ങളിലൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നക്ഷത്രങ്ങളിൽ എനർജി എങ്ങനെ വരുന്നത്? അവിടെ തീയൊന്നും ഉണ്ടായിട്ടല്ല. ഓക്കെ, തീ ഒന്നും നക്ഷത്രങ്ങളിൽ ഉണ്ടാവില്ല. കാരണം തീ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ? കമ്പഷൻ അറിയില്ലേ? അപ്പോൾ സ്പേസിൽ നമുക്ക് അറിയാം അവിടെ ഓക്സിജൻ ഒന്നുമില്ല. അതുകൊണ്ട് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ഇതെങ്ങനെയാ ഫോം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ചെറിയ ആറ്റോമിക് ന്യൂക്ലിയൈ അത് കൂട്ടിമുട്ടി വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ ഉണ്ടാവുന്നു. ഓക്കെ, ഇവിടെ വേറെ ബേറ്റ ഡികെ എന്ന് പറഞ്ഞ സംഭവ ടൈമൊക്കെ ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് പറയുന്നുള്ള രണ്ട് ചെറിയ ന്യൂക്ലിയൈ കൂട്ടിമുട്ടി വലിയ ന്യൂക്ലിയർ ആവുന്നു അല്ലേ? അതുപോലെ ഇത് കൂട്ടിമുട്ടി പിന്നെ വേണമെങ്കിൽ വലിയ ന്യൂക്ലിയർ ആയി മാറാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഹീലിയായി മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇതാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ ന്യൂക്ലിയർ ഇതാണ് എന്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് വലിയ ആറ്റോമിക് ന്യൂക്ലിയർ മാറുമ്പോൾ ഇവിടെ നിന്ന് എനർജി റിലീസ് ആവും അല്ലേ? എനർജി HNU എന്നൊക്കെ പറയും. അപ്പൊ എനർജി റിലീസ് ആവും. ഈ എനർജിയാണ് നമ്മുടെ എർത്തേക്കൊക്കെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഹീറ്റ് ആയിട്ട് കിട്ടുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് കിട്ടുന്നത്. ഇത് ഈ ന്യൂക്ലിയർ ഫിഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ ഫോർ എക്സാമ്പിൾ യുറാനിയം 238. നമ്മൾ ന്യൂക്ലിയർ ഫിഷനൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യുറാനിയം 238 പോലെയുള്ള വലിയൊരു ആറ്റോമിക് ന്യൂക്ലിയർ സ്പ്ലിറ്റായി ചെറിയ ആറ്റോമിക് ന്യൂക്ലിയർ മാറും. ഓക്കെ, എന്നിട്ട് ഇത് പിന്നെയും ചെറുതായി മാറും, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. ഇത് എവിടെ ഉണ്ടാവുക? ആറ്റോമിക് ബോംബ്. ഓക്കെ, ആറ്റം ബോംബിൽ, ന്യൂക്ലിയർ ബോംബ്, ഇതിലൊക്കെയാണ് ഈ ഫിഷൻ റിയാക്ഷൻ ഉണ്ടാവുക. വലിയൊരു ആറ്റം അത് ഫ്യൂസ് ചെയ്ത് അത് ചെറിയ ചെറിയ ആറ്റംസ് ആയി മാറുന്നതിനെയാണ് ഫിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ചെയിൻ റിയാക്ഷൻ. നമ്മൾ ഇതൊക്കെ എന്തിനാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇതിന്റെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സ് ആദ്യം കൂളായി, ആദ്യം ഭയങ്കര ഹോട്ടായിരുന്നു, അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് വരുന്തോറാണ് കൂളായത്. അപ്പോൾ ആദ്യം ആറ്റംസ് ഒന്നും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് കൂളായപ്പോഴാണ് ഫസ്റ്റ് ആറ്റംസ് ഒക്കെ ഫോം ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ മാറ്ററൊക്കെ കൂട്ടിമുട്ടിയിട്ടാണ് ഗ്രാവിറ്റി മൂലം അട്രാക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റാർസ് ഒക്കെ ഫോം ചെയ്തത്. ഓക്കെ, സ്റ്റാർ ഫോർമേഷൻ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ ഈ സ്റ്റാർ ഫോം ചെയ്തത് എങ്ങനെയാണ്, ഈ ഫ്യൂഷനും ഫിഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഇത് എന്തിനാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യൂണിവേഴ്സ് ഉണ്ടായത് എങ്ങനെയാണ്? ബിഗ് ബാങ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പഠിച്ച? യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ്ങിൽ നിന്നാണ് അല്ലേ? ഒരു സിംഗുലാരിറ്റി, ഒരു ഭയങ്കര ഡെൻസ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത് അല്ലേ? എത്ര വർഷം മുന്നാണ്? 13.77 ബില്യൺ ഇയേഴ്സ് അഗോ. ഓക്കെ, അത്രയും വർഷം മുന്നാണ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തത്. ഒരു ബില്യൺ എന്ന് പറയുന്നത് എത്ര കോടിയാ? 100 crore ആണ്. ഓക്കെ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crore ആണ്. ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakh ആണ്. ഓക്കെ, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakh, ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 100 crore. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കാം. അപ്പം 13.77 ബില്യൺ വർഷങ്ങൾക്ക് മുന്നാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത്. ഓക്കെ, ഈ യൂണിവേഴ്സ് ഫോം ചെയ്തിട്ട് ഏകദേശം ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴായിരിക്കും കൂളായത്. ഓക്കെ, അങ്ങനെ കാണുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ കൂളായി, പിന്നെ മാറ്ററൊക്കെ ഫോം ചെയ്തു. അത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ പിന്നെയും ഗ്രാവിറ്റി മൂലം കൂട്ടിമുട്ടി
ബാക്കിയുള്ള പ്ലാനറ്റ്സും അതുപോലെ സ്റ്റാർസ് ഒക്കെ ഫോം ചെയ്തു. കണ്ടില്ലേ, ഫസ്റ്റ് സ്റ്റാർ എപ്പോഴാണ് ഫോം ചെയ്തത്? യൂണിവേഴ്സ് ഉണ്ടായിട്ട് 400 മില്യൺ വർഷം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, യൂണിവേഴ്സ് ഉണ്ടായിട്ട് 400 മില്യൺ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടായത്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ യൂണിവേഴ്സ് ഉണ്ടായിട്ട് 400 മില്യൺ വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റാർ ഉണ്ടായത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർ ഉണ്ടായത്, എന്താണ് ആറ്റംസ്, ഈ ആറ്റംസ് ഒക്കെ കൂട്ടിമുട്ടി ഗ്രാവിറ്റി മൂലം കൂട്ടിമുട്ടി. നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാ പാർട്ടിക്കിളും തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ ആറ്റംസ് ആയിക്കോട്ടെ, അത് കൂട്ടിമുട്ടുണ്ടായ മാറ്റർ ആയിക്കോട്ടെ, എന്തായാലും ഗ്രാവിറ്റി കാരണം അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്തിട്ടാണ് ഇത്രയും ഹെവിയർ ബോഡീസ് ആയിട്ടുള്ള സ്റ്റാർസ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർ ഫോം ചെയ്യാൻ ബിഗ് ബാങ് കഴിഞ്ഞ് ഏകദേശം 400 മില്യൺ ടൈം എടുത്തു. ഓക്കെ, സോ അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ഗാലക്സിയുടെ പേരെന്തായിരുന്നു? മിൽക്കി വേ, MILKY, മിൽക്കി വേ ഗാലക്സിയാണ് നമ്മുടെ ഗാലക്സിയുടെ പേര്. ഏകദേശം ഇതുപോലത്തെ 2 ട്രില്യൺ ഗാലക്സികൾ, ഓക്കെ, 2 ട്രില്യൺ ഗാലക്സികൾ, 2 × 10 ഇടണം. ഓക്കെ, അത്ര ഗാലക്സികളാണ് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലുള്ളത്. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാവുന്ന യൂണിവേഴ്സ്. അതൊക്കെ പിന്നീട് മനസ്സിലാവും. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ യൂണിവേഴ്സ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അകലെയുള്ള സ്റ്റാർസ് അല്ലെങ്കിൽ അത് അകലെയുള്ള ഗാലക്സികളൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാൾ മുന്നേ അകന്നു പോയിട്ടുള്ള സ്റ്റാർസിനും ഗാലക്സികളെയും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. അവരൊക്കെ അത്രയും അകലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ പറ്റാവുന്ന യൂണിവേഴ്സ്. നമുക്ക് കാണാൻ പറ്റാവുന്ന പറയുമ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഹൈലി പവർഫുൾ ടെലിസ്കോപ്പ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. JWST, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറയും. അതിനു മുന്നേ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് വർഷം മുന്നേ ഉള്ള, അതായത് യൂണിവേഴ്സ് ഉണ്ടായ ടൈമില്ലേ, ആ ടൈം മുതലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായ ഗാലക്സികളൊക്കെ അല്ലെങ്കിൽ സ്റ്റാർസ് ഒക്കെ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കണ്ടെത്താനും ആയിട്ടില്ല. ഓക്കെ, സോ പറഞ്ഞിരുന്നത് ഈ ഗാലക്സികളും അല്ലാതെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഗാലക്സികളും സ്റ്റാർസും എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാവുന്നത്, നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് കാണാൻ പറ്റാവുന്ന ഒരു യൂണിവേഴ്സിനെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ 2 ഓൾമോസ്റ്റ്, നമ്മൾ ആസ്ട്രോണമി സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും പറയാം. ഓക്കെ, ഓൾമോസ്റ്റ് 2 ട്രില്യൺ ഗാലക്സികളാണ് ഉള്ളത്. ഓക്കെ, 2 ട്രില്യൺ ഗാലക്സികളാണ് ഉള്ളത്. അതിൽ ഒരു ഗാലക്സി മാത്രമാണ് ഇവിടെ നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ഓക്കെ, നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഒരു ഗാലക്സി മാത്രമാണ്. ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഒരുപാട് ബില്യൺ സ്റ്റാർസ് ഉണ്ട്. ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഒരുപാട് ബില്യൺ സ്റ്റാർസ് ഉണ്ട്. അതിലൊരു സ്റ്റാർ, ഓക്കെ, ഒരു ചെറിയൊരു സ്റ്റാർ ആണ് നമ്മുടെ സണ്ണ്. ഓക്കെ, അതിലൊരു ചെറിയൊരു സ്റ്റാർ ആണ് സൺ. ഈ സണ്ണിന് ചുറ്റാണ് ഏതൊക്കെ പ്ലാനറ്റ്സ് കറങ്ങുന്നത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, പിന്നെ ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, പ്ലൂട്ടോ ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പ്ലാനറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ മെർക്കുറി, വീനസ്, മെർക്കുറിയാണ് സണ്ണിന് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് അല്ലേ. വീനസിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്ന് ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കും. അതുപോലെ എർത്തിന്റെ ട്വിൻ എന്ന് വിളിക്കുന്നത് വീനസിനെ തന്നെയാണ്. ദെൻ നമ്മുടെ എർത്ത്, പിന്നെ മാർസ്. ഓക്കെ, ഇതാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്. ഓക്കെ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്. ഈ ജൂപ്പിറ്റർ, യുറാനസ്, അതിനിടയിൽ സാറ്റേണും കൂടി ഉണ്ട്, വിട്ടുപോയി.
അപ്പോൾ ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇത് ഗ്യാസ് ജെയിൻസ് ആണ്. ഗ്യാസ് ജെയിൻസ്. ഇത് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയാൻ കാരണം ഈ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഇതിൻ്റെയൊക്കെ സർഫസ് റോക്കി ആയിട്ടുള്ള സർഫസ് ആണ്. ഓക്കെ, റോക്കി ആയിട്ടുള്ള സർഫസ് ആണ്. ബട്ട് ഈ ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ സർഫസ് തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു സർഫസ് ഉണ്ടാവില്ല, അവിടെ ഫുള്ള് ഗ്യാസ് ആണ്. ഓക്കെ, അതിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ റോക്കൊന്നല്ല, ഫുള്ള് ഗ്യാസ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ പ്ലാനറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ? ഒരു യൂണിറ്റ് വോളിയത്തിനുള്ളിൽ എത്രത്തോളം മാസ് ഉണ്ട്. ഇപ്പോൾ കല്ലിന് ഡെൻസിറ്റി കൂടുതലാണ്, അതേസമയം പഞ്ഞി എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി കുറവാണ് അല്ലേ? അപ്പോൾ കാരണം ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ ആ കല്ലിന് മാസ് കൂടുതലാണ്, പഞ്ഞിയാണെങ്കിൽ മാസ് കുറവാണ്. എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ, അത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ എക്സാമ്പിളൊക്കെ പിന്നെയും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പ്ലാനറ്റ് ഏതാണ്? നമ്മുടെ എർത്ത് തന്നെയാണ് അല്ലേ? റോക്കി പ്ലാനറ്റ് ആണ് എർത്ത്. അപ്പോൾ ബാക്കിയുള്ളതും സോളിഡ് ഫോമിൽ തന്നെയാണ്, എന്നാലും എർത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. ഇനി ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റേൺ ആണ്. വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണ് സാറ്റേൺ. ഐ തിങ്ക് 0.6 അത്രയേ ഉള്ളൂ സാറ്റേണിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളത്തിന്റെ 1 ആണെങ്കിൽ സാറ്റേണിന്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 0.6 അത് ആ റേഞ്ചിലാണുള്ളത്. അതായത് സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ സണ്ണും ബാക്കിയുള്ള പ്ലാനറ്റ്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ സോളാർ സിസ്റ്റം. ഒരു കടല് പോലെ കടലാണെങ്കിൽ, അതായത് ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒക്കെ സിങ്ക് ചെയ്യും അല്ലേ, താഴ്ന്നു പോകും. കാരണം ബാക്കിയുള്ള പ്ലാനറ്റ്സിനൊക്കെ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ സാറ്റേൺ മാത്രം പൊങ്ങിക്കെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആലോചിച്ച് നോക്കി, സാറ്റേൺ മാത്രം പൊങ്ങിക്കെടുക്കും. ഓക്കെ, ബാക്കി എല്ലാ പ്ലാനറ്റ്സും താഴ്ന്നു പോകും. ഇത് വെറുതെ പറഞ്ഞതാണ്, സാധാരണ സോളാർ സിസ്റ്റം ഒരിക്കലും വാട്ടർ ബോഡി ആവില്ല. ഒരു എക്സാമ്പിൾ പറയണതാണ്. കാരണം സാറ്റേൺ വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഏറ്റവും ഡെൻസിറ്റി കുറവുള്ള പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാറ്റേൺ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സി അതുപോലെ ബാക്കിയുള്ള ഗാലക്സികളൊക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗാലക്സിയിൽ നിന്ന്. ഈ 3 ഗാലക്സി, ഇതാണ് മിൽക്കി വേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മിൽക്കി വേ ഈ ഗാലക്സിയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മിൽക്കി വേയിൽ നിന്ന് ഈ ഒരു ഗാലക്സി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം അകന്ന് പോയിക്കൊണ്ടിരിക്കുക, തമ്മിൽ എല്ലാം അകന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു ഗാലക്സി മാത്രം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ ടുവാർഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തേക്ക് വരുന്നുണ്ട്. അതെന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞ യൂണിവേഴ്സ് ഒക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇവിടെ ഗ്രാവിറ്റിക്ക് റോളുണ്ട്. അതായത് മിൽക്കി വേ ഗാലക്സിയും ഈ ഒരു ഗാലക്സി ആൻഡ്രോമേഡ ഗാലക്സി. ഓക്കെ, ഇപ്പൊ മിൽക്കി വേ ഗാലക്സി ആൻഡ്രോമേഡ ഗാലക്സി തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനേക്കാളും കൂടുതലാണ്? ഈ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ അട്രാക്ട് ചെയ്യുന്നത്. അതായത് ആൻഡ്രോമേഡ ഗാലക്സി മിൽക്കി വേ ഗാലക്സി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 4.5 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞാൽ ആൻഡ്രോമേഡ ഗാലക്സി മിൽക്കി വേ ഗാലക്സി കൂട്ടിയിടിക്കും. ഓക്കെ, അങ്ങനെ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമേഡ ഗാലക്സിയും കൂട്ടിയിടിച്ച് പുതിയൊരു ഗാലക്സി ഫോം ചെയ്യും അവിടെ. അതിനെ മിൽക്കോ മോഡ എന്ന് പറഞ്ഞ ഒരു പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ കറണ്ട് അഫയേഴ്സിലെ ആൻഡ്രോമേഡ ഗാലക്സിനെ കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ്രോമേഡ ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അടുത്തേക്ക് ടുവാർഡ്സ് വരുന്ന ഒരേ ഒരു ഗാലക്സി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കറണ്ട് അഫയേഴ്സിൽ കുറേ ന്യൂസ് വരും.
സോറി കറണ്ട് അഫയേഴ്സിൽ വരുന്ന സയൻസ് ആൻഡ് ടെക്കിലെ ടോപ്പിക്സ്, ഇപ്പോൾ സ്പേസ് സയൻസിലെ ടോപ്പിക്സ് നിങ്ങൾക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അല്ലാണ്ട് ഇത് എന്താണ് അതെന്താണെന്നൊന്നും UPSC ചോദിക്കില്ല. അതുപോലെ വർഷങ്ങൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. എപ്പോഴും UPSC ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അല്ലാതെ PSC ചോദിക്കണ പോലെ സച്ചിൻ ഈ ഒരു മാച്ചിൽ എത്ര റൺസ് അടിച്ചു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും UPSC ചോദിക്കാറില്ല. ഓക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ ജി എസ് പേപ്പറിലുള്ള നിങ്ങൾ നോക്കാം. ഓക്കെ, പ്രിലിംസിന്റെ സിലബസ് നോക്കാം. പ്രിലിംസിന്റെ സിലബസിൽ ഏതൊക്കെയാണോ വരുന്നത്, ഇപ്പോൾ പൊളിറ്റി, ജിയോഗ്രഫി, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കറണ്ട് അഫയേഴ്സിൽ നോക്കിയിട്ട് അത് വായിക്കാം. ഓക്കെ, ഇപ്പോൾ സുപ്രീം കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എന്തായാലും വായിക്കണം. അതുപോലെ വല്ല ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതും വായിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരും. അതുപോലെ അപ്പോൾ സൈക്ലോൺ ഇതിൽ തന്നെ പെടുന്നതാണ്. സൈക്ലോൺ ഇപ്പോൾ ജിയോഗ്രഫിയിലും പെടും, ക്ലൈമറ്റോളജിയിലൊക്കെ പെടും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു അവലാഞ്ചി ഉണ്ടായി, കുറച്ച് പേര് മരിച്ചു, ആ ന്യൂസൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സ്പോർട്സിന്റെ വായിക്കേണ്ട കാര്യമില്ല, സ്പോർട്സ് UPSC ചോദിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ സ്പോർട്സ് ഇപ്പോൾ വല്ല വേൾഡ് കപ്പ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ സമയം കുറയായി, എന്നാലും അങ്ങനെ വലിയ വലിയ മാച്ചുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥലത്താണ് നടന്നത്, ആ സ്ഥലം റിലേറ്റ് ചെയ്തിട്ടാവും ചോദിക്കുക. അത് സ്പോർട്സ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ആ സ്ഥലം ഏതൊക്കെ ബോർഡറിങ് കൺട്രീസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാവും ചോദിക്കുക. അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡി ഏതാണ്, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള മൗണ്ടെയിൻ ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഓക്കെ, അങ്ങനെയാണ് UPSC ചോദിക്കാറ്. ഇനി കുറച്ച് ഫാക്ട്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ സണ്ണും അതുപോലെ 8 പ്ലാനറ്റ്സും അല്ലേ. സോളാർ സിസ്റ്റത്തിന് ഏറ്റവും അടുത്തുള്ളൊരു സ്റ്റാർ ഉണ്ട്. ഓക്കെ, സോളാർ സിസ്റ്റത്തിന് ഏറ്റവും അടുത്തുള്ള വേറെ സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ ആണ് പ്രോക്സിമ സെഞ്ചുറി. ഓക്കെ, പ്രോക്സിമ സെഞ്ചുറി ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ. 4 ലൈറ്റ് ഇയർ ആണ് അവിടേക്കുള്ള ദൂരം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ലൈറ്റ് ഇയർ. ഓക്കെ, ഈ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അതായത് 3 ലക്ഷം 3 ലാക്ക് കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ലൈറ്റ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അത്രയും സ്പീഡ് ഉണ്ട് ലൈറ്റിന്. അതായത് ഒരു സെക്കൻഡിൽ എർത്തിനെ 7 വട്ടം കറങ്ങാൻ ലൈറ്റിന് പറ്റും. അത്രയും സ്പീഡാണ് ലൈറ്റിനുള്ളത്. 3 ലാക്ക് കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡിലാണ് 3 ലക്ഷം കിലോമീറ്റർ. അത് ആലോചിക്കാം. ഇതേ സെക്കൻഡ് മാറ്റി ഒരു ഇയർ ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അതായത് ഒരു വർഷം ലൈറ്റ് എത്ര ദൂരം ട്രാവൽ ചെയ്യും. ലൈറ്റിന്റെ പാർട്ടിക്കിളിനെ ഫോട്ടോൺ എന്നാണ് പറയാ. ഓക്കെ, ഇതും ഫോട്ടോൺ എന്നൊക്കെ ന്യൂസിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, വേറെ ഒന്നുമല്ല, ലൈറ്റിനെ പറയണതാണ് ഫോട്ടോൺ. ലൈറ്റിന്റെ പാർട്ടിക്കിളിനെ പറയണതാണ് ഫോട്ടോൺ. അപ്പൊ ഈ ലൈറ്റ് ഒരു വർഷം എത്ര ദൂരം ട്രാവൽ ചെയ്യും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ലൈറ്റ് ഇയർ. ഓക്കെ, 1 ലൈറ്റ് ഇയർ. അത് വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, ഭയങ്കര വലിയൊരു വാല്യൂ ആണ്. കാരണം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ലൈറ്റ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു വർഷം എന്തോരം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും അല്ലേ. അതിനാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി വേറൊരു മെഷർമെന്റ് ആണ് AU, അല്ലെങ്കിൽ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. എന്താണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്? ഇതിപ്പോ സണ്ണാന്ന് വിചാരിക്കാം, ഇത് എർത്തിന്റെ ഓർബിറ്റ്. ഓക്കെ, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാവും എപ്പോഴും റിവോൾവ് ചെയ്യാം. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ഏറ്റവും അടുത്തുള്ള പൊസിഷൻ നമ്മൾക്ക് പെരിഹീലിയം എന്നും, അതുപോലെ അകലെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ അപ്പ് ഹീലിയം എന്നും പറയാം. ഓക്കെ, പെരിഹീലിയൻ, അപ്പ് ഹീലിയൻ.
ഹീലിയൻ. ഓക്കെ, പെരിഹീലിയൻ അപ്ഹീലിയനും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ്, ഇപ്പോൾ എർത്ത് ഇവിടെയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും, എർത്ത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് എർത്ത്, അതായത് സണ്ണിൻ്റെ അടുത്താണെങ്കിൽ ഒരു 147 മില്യൺ കിലോമീറ്റർ ആയിരിക്കും എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ദൂരം. അതേസമയം അപ്ഹീലിയൻ, അതായത് അകലെയുള്ള സണ്ണിൻ്റെ ഏറ്റവും അകലെയുള്ള ഒരു ഡിസ്റ്റൻസിലാണ് എർത്ത് നിൽക്കണമെങ്കിൽ ഒരു 154 മില്യൺ കിലോമീറ്റർ ഒക്കെ ആവും. അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് 150 മില്യൺ കിലോമീറ്റർ ആണ് എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഓക്കെ, എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 150 മില്യൺ കിലോമീറ്റർ എന്നാണ് പറയുക. അതൊരു ആവറേജ് ഡിസ്റ്റൻസ് ആണ്. ആ എർത്തും സണ്ണും തമ്മിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഓക്കെ, 1 AU എന്ന് പറയുമ്പോൾ എന്താണ്, എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് 150 മില്യൺ കിലോമീറ്റർ എന്ന് നമ്മൾ പറയും. അതുപോലെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക്കൻഡ് ആണ്. ഇപ്പൊ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യണ ദൂരം, അതാണ് ലൈറ്റ് ഇയർ. പാർസെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അതായത് 3.5 ലൈറ്റ് ഇയർ, 3.25 ലൈറ്റ് ഇയർ ആണ് ഒരു പാർസെക്കൻഡ്. അപ്പോൾ പാർസെക്കൻഡ് അത്രയും വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഞാൻ പിന്നെ അതിന് മുന്നായിട്ട് പറഞ്ഞു പ്രോക്സിമ സെഞ്ചുറി ആണ് സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ. അതുപോലെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. എന്താണ് ബ്ലാക്ക് ഹോൾ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ലൈറ്റിനെ പോലും വലിച്ചെടുക്കുന്ന ഒരു ഒബ്ജക്റ്റ്, സ്പേസിലുള്ള ഒരു വലിയൊരു ഒബ്ജക്റ്റ്, അത്രയും ഭയങ്കര ഡെൻസിറ്റി കൂടുതലാവും. അപ്പൊ ലൈറ്റിനെ വരെ വലിച്ചെടുക്കും. അതിനടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വല്ല പ്ലാനറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വല്ല സ്റ്റാറോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കും. അങ്ങനെ ലൈറ്റിനെ വരെ വലിച്ചെടുക്കുന്ന ഒരു സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. ജസ്റ്റ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് കുറേ പറയാണ്ട് പഠിക്കാനും വരും നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രലിലുള്ള ബ്ലാക്ക് ഹോളിന്റെ പേരാണ് സജിറ്റേറിയസ് എ സ്റ്റാർ. ഓക്കെ, സജിറ്റേറിയസ് എ സ്റ്റാർ. അപ്പോൾ സജിറ്റേറിയസ് എ സ്റ്റാർ ആണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രലിലുള്ള ബ്ലാക്ക് ഹോൾ. നമ്മൾ ആദ്യമായിട്ട് മനുഷ്യന്മാര് ഹ്യൂമൻസ് ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്ത ബ്ലാക്ക് ഹോള് വേറെ ബ്ലാക്ക് ഹോളാണ് M87. അതായത് മെസ്സിയർ, അതിന്റെ ഫുൾ ഫോം ആണ് പറയണത്. മെസ്സിയർ 87 എന്ന് പറഞ്ഞൊരു ഗാലക്സി ഉണ്ട്, ഇതുപോലൊരു ഗാലക്സി. ആ ഗാലക്സിയുടെ സെൻട്രലിലുള്ള ഒരു വലിയൊരു ബ്ലാക്ക് ഹോൾ, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ നമ്മൾ പറയും. വലിയ ബ്ലാക്ക് ഹോളിനെ കുറെ ടൈപ്പ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. പ്രിമോർഡിയൽ ബ്ലാക്ക് ഹോള്, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോള്, സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ, അങ്ങനെ കുറെ ബ്ലാക്ക് ഹോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ M87 ഗാലക്സി, മെസ്സിയർ 87 ഗാലക്സിയിലുള്ള ഒരു ബ്ലാക്ക് ഹോളാണ് M87 സ്റ്റാർ. അതാണ് നമ്മുടെ ബാച്ച് 1ന്റെ പേര് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ജിയോയിഡ് ബാച്ച് 1 M87 സ്റ്റാർ എന്ന്. അപ്പം ഹ്യൂമൻസ് ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്ത ബ്ലാക്ക് ഹോൾ ഏതാണ്? M87 സ്റ്റാർ ആണ്, M87 ഗാലക്സിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. M87 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായും പൊളിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം M87 എന്ന് പറയുന്നത് ഒരു ഗാലക്സിയാണ്. M87 സ്റ്റാർ, ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഹോളിന്റെ പേരാണ് കേട്ടോ, അല്ലാണ്ട് നക്ഷത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സജിറ്റേറിയസ് എ സ്റ്റാർ അതിന്റെ പേരാണ്, അല്ലാണ്ട് ഇവിടെ നക്ഷത്രമായിട്ട് ഒരു റിലേറ്റീവ് ഇല്ല. ബ്ലാക്ക് ഹോള് ഇപ്പൊ നിങ്ങൾ ചോദിക്കും മിൽക്കി വേ ഗാലക്സിയിൽ നമ്മുടെ ഗാലക്സിയാണ്, നമ്മുടെ ഗാലക്സിയിൽ ഒരു വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ആദ്യം ഈ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് എടുത്തില്ല? കാരണം ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റിനെ വില വലിച്ചെടുക്കും. അപ്പൊ ബ്ലാക്ക് ഹോൾ എപ്പോഴും ബ്ലാക്ക് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇമേജ് എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു നക്ഷത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈറ്റിനെ വലിച്ചെടുക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ബ്ലാക്ക് ഹോളിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത് M87 ഗാലക്സിയിലെ M87 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ സോളാർ സിസ്റ്റം ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെയോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്
സണ്ണും ബാക്കി 8 പ്ലാനറ്റ്സും അല്ലേ, സോളാർ സിസ്റ്റം അതിൻ്റെ ഓർബിറ്റ്, 8 പ്ലാനറ്റ്സിൻ്റെ ഓർബിറ്റ്. ഓക്കെ, ഈ സോളാർ സിസ്റ്റം കടന്നു പോയിട്ടുള്ള 2 സാറ്റലൈറ്റ് ആണുള്ളത്. ഓക്കെ, ഇത് മെർക്കുറി, വീനസ്, ഇത് എർത്ത്. അപ്പോൾ എർത്തിൽ നിന്ന് 2 പ്ലാനറ്റ് മാത്രം 2 സാറ്റലൈറ്റ് മാത്രമാണ് സോളാർ സിസ്റ്റം വിട്ട് പോയിട്ടുള്ളത് അല്ലേ. ആ 2 സാറ്റലൈറ്റിൻ്റെ പേരാണ് വോയേജർ 1 ആൻഡ് വോയേജർ 2. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ഇട്ടിരിക്കുന്ന പേര് വോയേജർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വോയേജർ എന്ന് എന്തുകൊണ്ട് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇത് ഈ ഒരു സംഭവം കൊണ്ടാണ് ഇട്ടിട്ടുള്ളത്, വോയേജർ 1ഉം വോയേജർ 2. ഓക്കെ, അപ്പോൾ സോളർ സിസ്റ്റം വിട്ട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പോയ 2 സാറ്റലൈറ്റ് ആണ് വോയേജർ. രണ്ടും വോയേജർ തന്നെയാണ്, വോയേജർ 1ഉം വോയേജർ 2ഉം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. വോയേജറിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ വോയേജറിൽ നിന്നൊരു ഇമേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമേജ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് ആ ഒരു ഇമേജ്. ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഇതാണ് ആ ഇമേജ്. ഈ ഇമേജ് ഒരു ഡോട്ട് പോലെ ഒരു ഇത് കണ്ടില്ലേ? ആ ഡോട്ടാണ് നമ്മുടെ എർത്ത്. അപ്പൊ അത്രയും അകലേക്ക് പോയിട്ട് ഒരു ഇമേജ് എടുത്തതാണ്, വോയേജറിൽ നിന്നൊരു ഇമേജ് എടുത്തതാണ്. അപ്പൊ ഇതിനെയാണ് പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറയണത്. അതായത് നമ്മുടെ എർത്ത് തന്നെയാണത്. ഓക്കെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അതായത് യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, ബിഗ് ബാങ്ങിൽ നിന്നാണ് ഉണ്ടായത്. ആദ്യം ഭയങ്കര ഹോട്ടായിരുന്നു, അത് ഇവൻച്വലി അത് കൂളായപ്പോഴാണ് ആറ്റംസ് ഒക്കെ ഫോം ചെയ്തത്. പിന്നെ ആറ്റംസ് ഒക്കെ ഗ്രാവിറ്റി കാരണം അട്രാക്ട് ചെയ്തു, പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയി, അതും അട്രാക്ട് ചെയ്തു, വലിയ വലിയ മാസമുള്ള ബോഡീസ് ആയി. അങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിച്ച് എന്തുണ്ടായി, നക്ഷത്രങ്ങളൊക്കെ ഫോം ചെയ്തു അല്ലെ. അങ്ങനെ ആദ്യത്തെ നക്ഷത്രം ഉണ്ടായത് 400 മില്യൺ വർഷം കഴിഞ്ഞപ്പോഴാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, എത്ര ഗാലക്സി ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ, ഒബ്സർവബിൾ യൂണിവേഴ്സിൽ 2 ട്രില്യൺ ഗാലക്സികളുണ്ട്. അതിലൊരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോൾ ഏതാണ്? സജിറ്റേറിയസ് എ സ്റ്റാർ. നമ്മൾ ആദ്യമായിട്ട് ഇമേജ് എടുത്തത്, ക്യാപ്ചർ ചെയ്ത ബ്ലാക്ക് ഹോൾ ഏതാണ്? M87 സ്റ്റാർ എന്ന് പറഞ്ഞ ബ്ലാക്ക് ഹോൾ ആണ്. നമ്മുടെ സോളർ സിസ്റ്റത്തിന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണ്? പ്രോക്സിമ സെഞ്ചുറി അല്ലെ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യണ ദൂരം. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഓക്കെ, പെരിഹീലിയനും അഫ്ഹീലിയനും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഓക്കെ, വോയേജർ 1 and 2 എന്ന് പറയുന്നത് നമ്മുടെ സോളർ സിസ്റ്റം വിട്ടുപോയ 2 സാറ്റലൈറ്റ്സ് ആണ്, വോയേജർ 1ഉം വോയേജർ 2ഉം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, നമുക്ക് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എടുത്തു പോകേണ്ട കാര്യമില്ല, പതുക്കെ കൂട്ടി പോവാ. ഓക്കെ, പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം UPSCക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം അല്ലേ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് കൂടുതലായിരിക്കും? മോട്ടിവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു UPSC ആസ്പിരൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ടൈമിൽ ഒരു 1 to 2 months ഇങ്ങനെയായിരിക്കും അവർക്ക് പഠിക്കാനുള്ളൊരു ഇതുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഡെയിലി 10 hour ഒക്കെ ചിലവർ പഠിക്കിരുന്നിട്ട്. ഓക്കെ, ഞാനൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിൽ പറഞ്ഞതാണ് അത്രയും ഭയങ്കര പീക്കായിരിക്കും. പിന്നെ ഒരു 3 to 5 months ഒക്കെ ആകുമ്പോൾ കുറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ, നമുക്കിതല്ല വേണ്ടത്.
നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ച് അവസാനം ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. ഇതിന് വേണ്ടത് മോട്ടിവേഷൻ അല്ല. ഓക്കെ, മോട്ടിവേഷൻ കുറച്ചൊക്കെ വേണം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, ഡിസിപ്ലിൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് പെൻഡിങ് ക്ലാസ് വെക്കരുത്. ഇപ്പോൾ തന്നെ പെൻഡിങ് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവും. നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോകും. ഓക്കെ, പ്രിപ്പറേഷൻ വേണ്ടാന്ന് വെച്ച് പോകും. ഇതാണ് മെയിൻലി കണ്ടുവരുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റി ലൈൻ ബൈ ലൈൻ ആയിട്ടാവും ക്ലാസ്സസ് എടുത്ത് പോവുക. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഇപ്പോൾ പൊളിറ്റി എടുക്കണ ക്ലാസ്സസ് ഒക്കെ മാക്സിമം നന്നായി പഠിച്ച് പോകാൻ പറ്റും, അത്ര നന്നായി പഠിച്ചു പോവാം. പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലത്. നോട്ട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് റിവൈസ് ചെയ്യാനുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇതെല്ലാം റിവൈസ് ചെയ്യണം. ഇപ്പോൾ എടുക്കണ എല്ലാം റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു പോകും ഉറപ്പായിട്ടും. ഓക്കെ, ഷുവറായിട്ട് നിങ്ങൾ മറന്നു പോകും. കാരണം അത്രയധികം നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. UPSC 100% സിലബസ് ഫുള്ള് പഠിച്ചിട്ട് പോയ ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ കുറേ ബുക്കൊക്കെ വാങ്ങിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച് തീർക്കണം. ഓക്കെ, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വയ്ക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെക്കും. ചിലപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒട്ടിച്ച് വയ്ക്കും ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ അതൊരു മാക്സിമം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇവിടെ ഒട്ടിച്ചത് വേറെ സ്ഥലത്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ വേറെ നോട്ട് എഴുതി വയ്ക്കുക. അതുപോലെ പഠിക്കേണ്ട ഒരു സ്റ്റഡി ടേബിൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വയ്ക്കുക. കാരണം ഡെയിലി ഒരേ സംഭവമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത് പിന്നെ റിമെമ്പർ ചെയ്യില്ല. ഓക്കെ, പിന്നെ അത് സ്ഥിരം കണ്ട് അത് മറന്നു പോകും, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ അവിടെ വെച്ചിരിക്കണ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. പിന്നെ മെയിൻലി പഠിക്കാതിരിക്കുന്നിടത്ത് ഒരുപാട് ബുക്സ് കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് മാത്രം വെക്കാം. അല്ലെങ്കിൽ നിങ്ങളവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വിചാരിക്കും, ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പോൾ ഇത് നടക്കുന്നില്ല. അങ്ങനെ വിചാരിക്കരുത്. പഠിക്കാനുള്ളത് എത്രയാണോ ആ ചെറിയൊരു ഇതാണെങ്കിൽ അത് മാത്രം വെച്ചിട്ട് അത് പഠിച്ച് തീർക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്പെക്ട്രം ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. ഇപ്പോൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സ്റ്റാർ ഫോർമേഷനും എല്ലാതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ ഓരോ ഓർബിറ്റുകളുണ്ട്, ലോ എർത്ത് ഓർബിറ്റ്, അതുപോലെ ജിയോ സിൻക്രോണസ് ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഓരോ സ്പേസ് മിഷനെ കുറിച്ച് പഠിക്കും. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.